ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. വിമൻസ് കൾച്ചറൽ സൊസൈറ്റിയിൽ രാധിക ചേച്ചി സെക്രട്ടറി അല്ലേ? വീണ ചോദിച്ചപ്പോൾ രാധിക ചിരിയോടെ നോക്കി. ആഹാ, ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടായിരുന്നോ? ലേഖ ചോദിച്ചു. വീണ തലയാട്ടി. 7 മണിയാറായി, ഫംഗ്ഷൻ തുടങ്ങാം, എല്ലാവരും വരൂ. രാധാകൃഷ്ണൻ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അയാളുടെ പിന്നാലെ നടന്നു. 3 ലെയറുള്ള കേക്കായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനായിരുന്നു തീം. വൈദുവിനെടുത്ത സാരിയുടെ അതേ മോഡലിലുള്ള സ്കൈ ബ്ലൂ സാരിയായിരുന്നു ലേഖയുടേത്. രാമകൃഷ്ണൻ അതേ കളർ മുണ്ടും ഷർട്ടുമായിരുന്നു. കുഞ്ഞിനെവിടെ പോയി കിടക്കുക? ലേഖ പറഞ്ഞപ്പോൾ അവനെ വിളിക്കാനായി ചാരു സ്റ്റെപ്പിന്റെ അടുത്തെത്തിയപ്പോൾ ഇറങ്ങി വരുന്ന വിക്രത്തെ കണ്ട് സഞ്ജുവും മനുവും വാ പൊളിച്ചു നിന്നു. റെഡ് കളർ ഷർട്ടും മുണ്ടുമെടുത്ത് കയ്യിലെ സ്ലീവ് മടക്കി മുണ്ടിന്റെ തുമ്പൊരു കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരികയായിരുന്നു വിക്രം. സഞ്ജുവിന്റെ കണ്ണുകൾ വൈദുവിലേക്കും വിക്രത്തിലേക്കും ചാലിച്ചു. ഇപ്പം മനസ്സിലായി ആരുടെ ഗിഫ്റ്റാണെന്ന് സഞ്ജു അനുവിനോട് പറഞ്ഞപ്പോൾ അനുവും അത് തന്നെ ആലോചിച്ചു. എടി അനുവേ, ഇവിടെ എന്തോ അണിയറയിൽ ചീഞ്ഞു നടന്നുണ്ട്. മിക്കവാറും ഇത് പറഞ്ഞ് നിശ്ചയമാകാനാണ് സാധ്യത. മിണ്ടാതെ നിൽക്കു കുരുപ്പുകളെ. അനൂപ് രണ്ടിനെയും നോക്കി കണ്ണുരുട്ടിയപ്പോൾ അവർ നേരെ നിന്നു. രാധികയ്ക്ക് ചിരി വന്നു. ചന്തുവിനും അതായിരുന്നു അവസ്ഥ. വിക്രം അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചെങ്കിലും വൈദുവിനെ കണ്ടപ്പോൾ സൈറ്റടിച്ച് കാണിച്ചിട്ട് ലേഖയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. വൈദു അവനെ മിഴിച്ചു നോക്കി. രാമകൃഷ്ണനും ലേഖയും കൂടി ചേർന്ന് കേക്ക് മുറിച്ചു. ആദ്യം ഹിരൺമയി അവരുടെ രണ്ടുപേരുടെയും വായിൽ വെച്ച് കൊടുത്തു. പിന്നെ വിക്രമും. അങ്ങനെ ഓരോരുത്തരായി കൊടുത്തു. പിന്നെ സെർവൻറ്റ് വന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ മാറ്റിവെച്ചു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മനോഹരമാക്കിയതിന് എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഫംഗ്ഷൻ മനോഹരമാക്കി എല്ലാവരോടും മനസ്സ് നിറഞ്ഞ സ്നേഹം മാത്രം, രാമകൃഷ്ണൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഇളയ മകൻ വിക്രത്തിൻ്റെ വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ വെച്ച് തന്നെ ആ കാര്യം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. സഞ്ജു ഇപ്പം എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ അനുവിനെ നോക്കി. വൈദു നടക്കുന്നത് എന്താണെന്നറിയാതെ രാധികയുടെ കയ്യിൽ കോർത്തു പിടിച്ചു. എൻ്റെ പ്രിയ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ റാമിൻ്റെ മകളാണ് വധു. സഞ്ജുവും അനുവും പകപ്പോടെ നോക്കി. ചന്തുവിനും രാധികയ്ക്കും അതുതന്നെയായിരുന്നു അവസ്ഥ. ഹിരൺമയി അച്ഛനെ തുറച്ചു നോക്കി. ലേഖ തറഞ്ഞു നിൽക്കുകയായിരുന്നു. വിക്രം മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം കടിച്ചമർത്തി നിന്നു. വൈദുവിന് ആശ്വാസമല്ലാതെ മറ്റൊന്നും തോന്നിയില്ല. അച്ഛാ, ഹിരൺമയി രാമകൃഷ്ണന്റെ അടുത്ത് വന്നുകൊണ്ട് വിളിച്ചു. രാമകൃഷ്ണൻ ആരെയും നോക്കാതെ ഫോൺ എടുത്ത് കോൾ ചെയ്തു. റാം ഇവിടെ എത്തിയിട്ടുണ്ട്, രാമകൃഷ്ണൻ പറഞ്ഞപ്പോൾ എല്ലാവരും പിന്നിലേക്ക് നോക്കി. ഫോർമൽ വേഷത്തിൽ വരുന്ന റാം ഗോപാൽ. രാധികയും വൈദുവും ചന്തുവും മിഴിച്ചു നോക്കി നിന്നു. രാധിക മുഖം വീർപ്പിച്ച് റാം ഗോപാലിനെ നോക്കി. അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് രാമകൃഷ്ണന്റെ അടുത്ത് പോയി ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഇതാണ് റാം ഗോപാൽ, എൻ്റെ ബാല്യകാല സുഹൃത്തും എൻ്റെ ബിസിനസ് പാർട്ട്ണറും. റാമിൻ്റെ മകൾ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. മോളെ ഉർവശി വാ, അദ്ദേഹം വൈദുവിനെ നോക്കി പറഞ്ഞപ്പോൾ അവൾ തറഞ്ഞു നിന്നു. ചുറ്റും എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നറിയാതെ അവൾ ചലനമറ്റ് നിൽക്കുകയായിരുന്നു. രാധിക അവളുടെ കയ്യിൽ പിടിച്ച് രാമകൃഷ്ണന്റെ അടുത്തേക്ക് പോയി. റാമിൻ്റെയും രാധികയുടെയും മകളാണ് ഉർവശി. എൻ്റെ മകൻ വിക്രം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മറ്റു സ്റ്റാഫുകളെല്ലാം പകപ്പോടെ നിൽക്കുകയായിരുന്നു. സഞ്ജുവും മനുവും അത് പ്രതീക്ഷിച്ചിരുന്നതിനാൽ അവരിൽ വലിയ ഭാവഭേദങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ചന്തു പുഞ്ചിരിയോടെ നോക്കി നിന്നു. അനൂപ് കാര്യമറിയാതെ നിൽക്കുകയായിരുന്നു. അനു, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? വീട്ടിൽ പോയിട്ട് ഏട്ടനോടെല്ലാം വിശദമായി പറയാം, അനു അവനോട് പറഞ്ഞു. ലേഖ വിക്രത്തെ വൈദുവിൻ്റെ അടുത്തേക്ക് കൊണ്ടു നിർത്തി. ഒരു പാവയെപ്പോലെ നിൽക്കുകയായിരുന്നു അവൾ. ഹിരൺമയി ഒരു ബോക്സ് എടുത്ത് വിക്രത്തിൻ്റെ കയ്യിൽ കൊടുത്തു. പ്ലാറ്റിനത്തിൽ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ എഴുതിയ മോതിരങ്ങളായിരുന്നു അത്. വിക്രം അവളുടെ കൈ പിടിച്ചെടുത്തു. അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. സഞ്ജു അതൊക്കെ വീഡിയോ എടുക്കുകയായിരുന്നു. വൈദു പകപ്പോടെ അവനെ നോക്കി. വിൽ യു മാരി മീ? അവൻ്റെ മധുരമേറിയ പ്രണയത്തിൽ ചാലിച്ച വാക്കുകളിൽ അവൾ കണ്ണിമ വെട്ടാതെ ചലനമില്ലാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വിക്രം ആ മോതിരം അവളുടെ അണിവിരലിലേക്ക് അണിയിച്ചു. സൂപ്പർ റൊമാൻറ്റിക് കളിയോ? സഞ്ജു വിളിച്ചു പോയപ്പോൾ ഹിരൺമയി ചിരിയോടെ അവനെ നോക്കി. വിക്രം എണ്ണീറ്റ് അവൾക്ക് നേരെ കൈനീട്ടി. രാധിക അവളുടെ കയ്യിൽ മോതിരം എടുത്തു കൊടുത്തു. വൈദു വിറയലോടെ അവനെ നോക്കി. അവിടെ ഇതുവരെ കാണാത്ത പുതുഭാവങ്ങളാണ്. ഒന്നെതിർക്കാൻ പോലും ആകാതെ ആരൊക്കെയോ അനുസരിക്കുന്നു താൻ. എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് രാവിലെ വരെ ദേഷ്യം കണ്ട മുഖമാണോ? അത് പലവട്ടം ആഗ്രഹിച്ചതല്ലേ ഇങ്ങനൊരു നിമിഷത്തിലൂടെ കടന്നു പോകണമെന്ന്. ഇതുപോലെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ പ്രിയതമന്റെ വിരലിൽ മോതിരം അണിയിക്കുന്നത്. പക്ഷേ സംഭവിച്ചതോ? തന്നെ വേണ്ടാത്ത, തന്നെ വെറുപ്പായ ഒരാളുടെ നാടകത്തിന് മുന്നിൽ കഴുത്ത് നീട്ടിയതാണ്. വൈദു ഇട്ടുകൊടുക്ക്.
രാധിക ഒന്നുകൂടി പറഞ്ഞപ്പോൾ യാന്ത്രികമായി വൈദു അവൻ്റെ വിരലിൽ മോതിരം അണിയിച്ചു കൊടുത്തു. ഹിരൺമയി അതൊക്കെ ക്യാമറയിൽ പകർത്തി. അരികിൽ അവൻ ചേർന്ന് നിൽക്കുമ്പോഴും അവൻ്റെ താപം അവളിലേക്ക് പടർന്നപ്പോഴും ഒരു മായാവലയത്തിലായിരുന്നു വൈദു. വിക്രം അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. വൈദു അവൻ്റെ മുഖത്തേക്ക് നോക്കി. വല്ലാതെ തലവേദനിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. എത്രയും വേഗം വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി. പക്ഷെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ലേഖ ചാരുവിനോട് വൈദുവിനെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. കൂടെ അനുവും ഉണ്ടായിരുന്നു. ചേച്ചി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക, ഫുഡ് ഇങ്ങോട്ട് എടുപ്പിക്കാൻ പറയാം. ചാരു അതും പറഞ്ഞ് ഡോറടച്ചേക്ക് താഴെ പോയപ്പോൾ വൈദു അനുവിൻ്റെ ചുമലിൽ മുഖമമർത്തി കരഞ്ഞു. അനു അവളെ ചേർത്ത് പിടിച്ചു. എല്ലാം നിന്റെ നല്ലതിനാ വൈദു. നിന്റെ ജീവിതത്തിലെ അമാവാസി മാറി പൗർണമി വരുന്നതിൻ്റെ തുടക്കമാണിത്. എനിക്കറിയാം ഒന്നും ഉൾക്കൊള്ളാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെന്ന്. പക്ഷേ ഒന്നുണ്ട് വൈദു, വിക്രം സാറിന് നിന്നോടുള്ളത് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമല്ല, പ്രണയമാണ്. അത് ഇന്നാ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ്. വൈദു അവളെ നോക്കി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായ ഒരു അഭിപ്രായവും ഇല്ലേ അനു? ആരൊക്കെയോ തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു. അന്നും ഇങ്ങനെയായിരുന്നില്ലേ? അന്നത്തെ പോലെ അല്ല ഇന്ന്. അന്നതൊരു രഹസ്യ വിവാഹമായിരുന്നു. നിന്റെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വലിയൊരു സദസ്സിൻ്റെ മുന്നിലാണ് എല്ലാം തീരുമാനിക്കപ്പെട്ടത്. അയാളുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും നീ ഇന്ന് ജയിച്ചിരിക്കുകയാണ് വൈദു. നിന്നെ വലിച്ചെറിഞ്ഞു പോയവൻ ഇതൊക്കെ കാണട്ടെ. അനു അവളെ സമാധാനിപ്പിച്ചു. വൈദു കുറച്ചുനേരം കിടന്നപ്പോൾ അനു ഫോണിൽ നോക്കിയിരുന്നു. അപ്പോഴാണ് ഡോറ് തുറന്ന് വിക്രം വന്നത്. അനു എഴുന്നേറ്റ് അവനെ നോക്കി. എന്തു പറ്റി അവക്ക്? ഭയങ്കര തലവേദന. താൻ കുറച്ച് സമയം ഒന്ന് പുറത്തേക്കോ? അനു ചിരിച്ചുകൊണ്ട് ഡോറടച്ച് പുറത്തേക്ക് പോയി. വിക്രം ചെയർ വലിച്ചെടുത്ത് വൈദുവിൻ്റെ അടുത്തേക്ക് പോയിരുന്ന് അവളെ നോക്കി. കരഞ്ഞതിൻ്റെ ശേഷിപ്പുണ്ടായിരുന്നു മുഖത്ത്. വിക്രം അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് തൊട്ടു. വൈദു കണ്ണു തുറന്ന് അവനെ കണ്ടപ്പോൾ ചാടി എണീറ്റു. തലവേദന കുറവുണ്ടോ? അവൻ ആർദ്രമായി ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി. അവൾ എഴുന്നേറ്റ് പോകാൻ നോക്കിയപ്പോൾ വിക്രം അവളെ പിടിച്ച് ചുവരിനോട് ചേർത്ത് നിർത്തി. വൈദു അവനെ ഞെട്ടി നോക്കി. ജീവിതത്തിൽ സന്തോഷം നൽകിയിട്ടില്ലാത്തതെല്ലാം മറന്നു കളയണം. അല്ലെങ്കിലും എന്നെപ്പോലെ സുന്ദരനും സുഖമനായൊരു ഭയവൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഫിഗറൊന്നും നിനക്കില്ലെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദു അവനെ ദേഷ്യത്തിൽ നോക്കി. നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്നെ വിവാഹം കഴിക്കാൻ വരാൻ? ഇല്ലല്ലോ. ഇതാണ് ഇങ്ങനെ എരിയുന്ന കാന്താരി മുളകിനെയാണ് എനിക്കിഷ്ടം. എനിക്ക് മധുരത്തേക്കാൾ എരിവിനോടാണ് താല്പര്യം. സർ പ്ലീസ്, എനിക്ക് നിങ്ങളോട് അങ്ങനെയൊന്നുമില്ല. ഒരിക്കലും എൻ്റെ സമ്മതമില്ലാതെയാണ് അങ്ങനെയൊരു വിവാഹം. വീണ്ടും അതുപോലെ ആവർത്തിക്കരുത്. സാറിന് എന്നോട് ദേഷ്യമാണ്. പൊതുനിരത്തിൽ ഞാൻ അപമാനിച്ചതിൻ്റെ പകയാണ്. അല്ലാതെ എന്നെപ്പോലെ ഒരു രണ്ടാം തരക്കാരെ വിവാഹം കഴിക്കേണ്ട ഗതികേട് സാറിനില്ല. സിനിമയിൽ അവൻ ഒരുപാട് പേരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയതും അത്തരത്തിലൊരു അഭിനയമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ അവൻ കെട്ടിയ സ്ത്രീകളെല്ലാം അവൻ്റെ ഭാര്യമാരാകില്ലേ? വിക്രത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ വൈദു നിന്നു. ഇവിടെയുള്ള ആരുടെ മനസ്സിലും നീ വിവാഹിതയല്ല. നിന്റെ ആദ്യത്തെ വിവാഹവും ജീവിതവും എല്ലാം എനിക്കൊപ്പം മാത്രമാണ്. ഞാൻ ഇങ്ങനെയാണ്. ദേഷ്യവും പകയും പ്രണയവും പ്രതികാരവും എല്ലാം എൻ്റെ ഭാവങ്ങളിലുണ്ടാവും. അപ്പോൾ ദിശയോ? കോളേജ് പ്രണയം? വിക്രം അവളെ നോക്കി. ഓ, അവനെല്ലാം പറഞ്ഞോ? കോളേജ് കഴിഞ്ഞപ്പോൾ 2 വഴിക്ക് പിരിഞ്ഞൊരു പ്രണയം, അത്രയേ ഉള്ളൂ. അവളുടെ വിവാഹം കഴിഞ്ഞു. 2 പിള്ളേരുണ്ട്. ഇപ്പോൾ അമേരിക്കയിലിപ്പോൾ ഗൈനക് ഡോക്ടറാണ്. വൈദുവിൻ്റെ ചുണ്ടുകൾ ചെറുതായി വിടർന്നത് കണ്ട് വിക്രം അവളെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഇന്നു മുതൽ നീ എൻ്റെ പകുതി ഭാര്യയാണ്. നാളെ മുതൽ എൻ്റെ അസിസ്റ്റൻ്റായി എൻ്റെ ക്യാബിലുണ്ടാവണം പഴയതുപോലെ. ഇനിയിപ്പോൾ കയറിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ നോക്കിയെന്ന് കള്ളപ്പരാതി പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. വൈദു അവനെ തുറിച്ചു നോക്കിയിട്ട് പിടിച്ചു മാറ്റി പോകാൻ നോക്കിയപ്പോൾ വിക്രം അവളെ പിടിച്ചു നിർത്തി. അന്ന് നീ ഏട്ടനോട് കള്ളം പറഞ്ഞു, ഞാൻ കിസ് ചെയ്യാൻ നോക്കിയെന്ന്. ഇന്ന് റിയലായി പറഞ്ഞോ? വിക്രം അവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചിട്ട് പുറത്തേക്കിറങ്ങിപ്പോയപ്പോൾ വൈദു ഷോക്ക് അടിച്ചതുപോലെ സ്തംഭിച്ചു നിന്നു. അനു അവൻ പോയി കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന വൈദുവിനെ കണ്ട് സംശയത്തോടെ നോക്കി. എന്തായിരുന്നു ഭാവി കെട്ടിയവനും കെട്ടിയവളും കൂടി ഇതിനകത്ത്? അനു ബെഡിൽ കയറിയിരുന്ന് കളിയാക്കി ചോദിച്ചപ്പോൾ വൈദു അവളെ രൂക്ഷമായി നോക്കി. എല്ലാവരും കൂടെ എന്നെ ഒന്നിച്ച് തോൽപ്പിക്കാൻ ഇറങ്ങിയതല്ലേ, ഇനി നീ കൂടി കുറയ്ക്കണ്ട. വൈദു ദേഷ്യത്തോടെ പോയി ബെഡിലിരുന്നു. അനു എന്തോ പറയാൻ ശ്രമിച്ചപ്പോൾ ചാരുവും അവളുടെ അമ്മയും കൂടി ഫുഡുമായി വന്നിരുന്നു. എന്തിനാ ആൻറ്റി ഇങ്ങോട്ട് വന്നേ? ഞാൻ താഴേക്ക് വന്നേനല്ലോ. വൈദു വല്ലായ്മയോടെ വീണയെ നോക്കി ചോദിച്ചു. അതിനിപ്പോൾ എന്താ, നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുക. താഴെ എല്ലാവരും കഴിക്കുന്നുണ്ട്.
വീണ ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോയി. ചാരു ടേബിൾ എടുത്ത് നീക്കിയിട്ട് അതിൽ ഫുഡ് സെർവ് ചെയ്തു. 3 പേരും കൂടി ഇരുന്ന് കഴിച്ചു. കുറച്ചു കഴിഞ്ഞ് 3 പേരും താഴേക്ക് ഇറങ്ങി വന്നു. ഗസ്റ്റുകളൊക്കെ പോയിരുന്നു. രാധികയും റാം ഗോപാലും ചന്തുവും സഞ്ജുവും അനൂപും കൂടി ഒരിടത്തിരിപ്പുണ്ട്. അവരോട് സംസാരിച്ചുകൊണ്ട് രാമകൃഷ്ണനും രാധാകൃഷ്ണനും നിൽക്കുന്നുണ്ട്. വിക്രം സോഫയിലിരുന്ന് ലേഖയുടെ ചുമലിൽ ചാഞ്ഞിരുന്ന് ഫോണിൽ എന്തോ നോക്കുകയാണ്. ഹിരൺമയി എന്തോ ഫോൺ കോളിലും. തലവേദന കുറഞ്ഞ മോളെ? ലേഖ അവളെ കണ്ടതും ചോദിച്ചു. കുറഞ്ഞു, വൈദു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിക്രം അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഫോണിൽ നോക്കി. വൈദു അവനെ മിഴിച്ചു നോക്കി. ശരിക്കും യോന്തിൻ്റെ വല്ല കുടുംബക്കാരനാണോ? അതുപോലെയല്ലേ സ്വഭാവം മാറുന്നത്? വൈദു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി പല്ല് കടിച്ചിട്ട് രാധികയുടെ അടുത്തേക്ക് പോയി. പോവാമേ? പോവാം. രാധിക അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. വൈദു രാധികയുടെ മുഖത്തേക്ക് നോക്കി. വല്ലാത്തൊരു തിളക്കവും സന്തോഷവുമുണ്ട് ആ മുഖത്ത്. അപ്പോൾ പിന്നെ ഡേറ്റ് എടുത്തിട്ട് ഞങ്ങൾ അറിയിക്കാം രാമ. ഇറങ്ങട്ടെ? റാം ഗോപാൽ രാമകൃഷ്ണനോട് പറഞ്ഞു. വൈദു സംശയത്തോടെ നോക്കി. നിന്നെ കെട്ടിക്കാനുള്ള മുഹൂർത്തം നോക്കുന്ന കാര്യമാണ് പറഞ്ഞത്, സഞ്ജു വൈദുവിനെ നോക്കി പറഞ്ഞപ്പോൾ വൈദു മുഖം വീർപ്പിച്ച് രാധികയെ നോക്കി. രാധിക അവളെ കാണാത്തതുപോലെ നിന്നു. ചന്തുമോ ഞങ്ങളുടെ കാർ എടുത്തോ, ഞങ്ങൾ എൻ്റെ കാറിൽ പോവാം, ഗോപാൽ പറഞ്ഞപ്പോൾ ചന്തു തലയാട്ടി. രാത്രിയായില്ലേ, രാമേട്ടൻ കാർ ഓടിച്ചോളും, ഞങ്ങൾ ഇറങ്ങട്ടെ? റാം രാമകൃഷ്ണനോട് പറഞ്ഞു. എല്ലാവരും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വിക്രം കൈകെട്ടി നിന്ന് വൈദുവിനെ നോക്കി. അവൾ അവനെ നോക്കാതെ കാറിൽ കയറിയിരുന്നു. ചന്തു കാർ തിരിച്ച് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വൈദു മിററിലൂടെ നോക്കി. വിക്രം മുറ്റത്ത് നിൽപ്പുണ്ട്. ഹിരൺമയി അവൻ്റെ വയറ്റിലൊരു ഇടി കൊടുക്കുന്നതും അവൻ വയറു പൊത്തി പിടിക്കുന്നതും വൈദു കണ്ടു. അവൾ കൈവിരലിലെ മോതിരത്തിലേക്ക് നോക്കി. അതിലെ വി എന്ന ലെറ്ററിന് വല്ലാത്ത തിളക്കമുള്ളതുപോലെ. അവൾ നെടുവീർപ്പോടെ ഗ്ലാസിൽ തല ചായച്ചു കിടന്നു. ചന്തു വൈദുവിനെ നോക്കി. എല്ലാം നിന്റെ നല്ലതിനാണ് വൈദു. ശരിക്കും റാമങ്കൾ ഞെട്ടിച്ചു കളഞ്ഞു. അവൻ നെറികെട്ടവനാണെങ്കിലും ദൈവം നിനക്ക് കരുതി വെച്ച ഒരച്ഛനും അമ്മയും ഉണ്ടല്ലോ വൈദു. വിക്രത്തിൽ അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അവരുടെ പ്രതീക്ഷ നീയാണ്. നാളെ അവർക്കൊരാവശ്യം വന്നാൽ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് നോക്കണം നീ. അത്രത്തോളം അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. 3 വർഷം നീ തിരികെ വരാതിരുന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വൈദു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? വൈദു ചന്തുവിനെ നോക്കി, പിന്നെ തലയാട്ടി. അന്ന് ആ ശ്രേയ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും തിരികെ വരുമായിരുന്നോ? വൈദു മറുപടിയില്ലാതെ അവനെ നോക്കി. ശരിക്കും അവളാണ് നിന്റെ കണ്ണു തുറപ്പിച്ചത് വൈദു. അവളാണ് വിക്രത്തിൻ്റെ ജീവിതത്തിൽ നിന്റെ സ്ഥാനം എന്തായിരുന്നെന്ന് ബോധ്യപ്പെടുത്തി തന്നത്. ശരിയല്ലേ? വൈദു കണ്ണു നിറച്ചുകൊണ്ട് തലയാട്ടി. നിന്റെ ജീവിതത്തിൽ ഇനി ഗ്രഹണമില്ലെന്ന് കരുതണം. വരുന്നത് പൗർണമിയാണ്, ചന്തു അവളെ ഓർമ്മിപ്പിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഉണ്ണിയമ്മയോട് ചന്തു കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഈശ്വര, സത്യമാണോ? ഞാനില്ലാതെ പോയല്ലോ. ഉണ്ണിയമ്മ താടിയിൽ കൈ കുത്തിക്കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു ഇവിടെ കയറിയിരിക്കാൻ? എത്ര പ്രാവശ്യം വിളിച്ചു വരാൻ? അപ്പോൾ വയ്യല്ലോ. അനന്തരമുള്ള നിശ്ചയം കാണാൻ പറ്റില്ലല്ലോ അമ്മായിക്ക്. ചന്തു കളിയാക്കിയപ്പോൾ ഉണ്ണിയമ്മ അവനെ കൂർപ്പിച്ചു നോക്കി. എണീറ്റ് പോട ചക്ക. ഉണ്ണിയമ്മ തല്ലാനോങ്ങിയപ്പോൾ അവൻ എഴുന്നേറ്റോടി. ഡ്രസ്സ് മാറ്റി മേലൊന്ന് കഴുകി നൈറ്റ് ഡ്രസ്സും ഇട്ട് വൈദു ബെഡിൽ വന്ന് കിടന്നു. കവളിൽ ഇപ്പോഴും അവൻ്റെ ചുണ്ടുകളുടെ തണുപ്പ് തങ്ങി നിൽക്കുന്നത് പോലെ. ഫോണിൽ ഒരു കോള് വന്നു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. ട്രൂ കോളറിൽ പേര് വന്നപ്പോൾ വൈദു ചാടി എണ്ണീറ്റ് ഫോണിലേക്ക് നോക്കി. ഇങ്ങേർക്ക് ഉറക്കമില്ലേ? വൈദു പുലമ്പിക്കൊണ്ട് കോൾ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. ആദ്യം കോള് കട്ടായിട്ട് വീണ്ടും റിങ് ചെയ്തു. വിക്രം എന്ന പേര് കണ്ടപ്പോൾ വൈദു പിന്നെ എടുത്ത് ചെവിയോട് ചേർത്തു. കൺഗ്രാജുലേഷൻസ് എക്സ് വൈഫ്, അഡ്വാൻസ്ഡ് ഹാപ്പി മാരീഡ് ലൈഫ്. പക്ഷേ അവനപ്പോൾ ആയിരിക്കില്ലെന്ന് മാത്രം. ഞാൻ പറഞ്ഞതല്ലേ, നീ ഈ ലോകത്ത് ആരെ കല്യാണം കഴിച്ചാലും അവനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. വിക്രമാണെന്ന് കരുതി കോൾ എടുത്ത വൈദു വിക്കിയുടെ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. പിന്നെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ സമ്മതം എൻ്റെ പട്ടിക്ക് പോലും വേണ്ടടോ. ഞാൻ ഡോക്ടറെ തന്നെ കെട്ടും. എന്നിട്ട് ഞാനും ഡോക്ടറും ഞങ്ങളുടെ കുട്ടികളുമായി തൻ്റെ മുന്നിലൂടെ നടക്കും. എഴുതി വെച്ചോ താൻ. വൈദു ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു. വിക്കി ഫോൺ ദേഷ്യത്തോടെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെയും കോള് വന്നപ്പോൾ വൈദു കോൾ എടുത്തു. തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ആരെ കെട്ടിയാലും അത് തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ഡോക്ടർ വിക്രത്തെ തന്നെ കിട്ടും. ഇത് ഞാൻ വെക്കുന്ന ബെറ്റാ. വൈദു ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു കൂവി. നിനക്കെന്തടി വയ്യേ? വിക്രത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വൈദു ഫോണിലേക്ക് നോക്കി. അയ്യോ കാണ്ടാമൃഗം! വൈദു നാക്ക് കടിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി. കാണ്ടാമൃഗം നിന്റെ മറ്റവനടി.
വിക്രത്തിൻ്റെ അലർച്ചയിൽ ഫോൺ തെറിച്ചുപോയി. സോറി, ഞാൻ സാറിനെ വിളിച്ചതല്ല, ഏതോ ഒരുത്ത നമ്പർ മാറി വിളിച്ചതാ. അവൻ വീണ്ടും വിളിച്ചെന്ന് കരുതി ഞാൻ പറഞ്ഞതാ. ഏതോ ഒരുത്തനല്ല, നിന്റെ മുൻ ഭർത്താവ് അല്ലേ? വൈദു ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. ഹിരൺമയി വിക്രത്തെ രൂക്ഷമായി നോക്കി. നീ ഇപ്പം എന്തിനാടാ ആലവലാതിയുടെ കാര്യം പറഞ്ഞത്? കെട്ടാൻ പോകുന്നവൻ മുൻ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമമില്ലേ? ഞാനുള്ളതല്ലേ പറഞ്ഞത്. നീയൊക്കെ എന്തോ കാണിക്കുക. എങ്ങനെയെങ്കിലും കൂട്ടിച്ചേർക്കാൻ നോക്കുമ്പോൾ അഴിച്ചുവിട്ട കുട്ടിയും പശുവും പോലെ നിൽക്കുക. ഹിരൺമയി ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയപ്പോൾ വിക്രം സോഫയിൽ മലർന്നു കിടന്നു. പിന്നെയും അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. അവൾ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടു. മര്യാദയ്ക്ക് കോൾ എടുത്തോ, ഇല്ലെങ്കിൽ നാളെ മുതൽ ഹോസ്പിറ്റലിൽ വരണ്ട. അവൻ ഭീഷണി മുഴുക്കിയപ്പോൾ വൈദു കോൾ എടുത്തു. വിക്രം വിജയച്ചിരിയോടെ ഫോണിലേക്ക് നോക്കി. പ്രേമിക്കാൻ അറിയാത്തവനെ പ്രേമിപ്പിക്കാനുള്ള നീക്കം അവസാനിപ്പിച്ച് ഹിരൺമയി ആയുധം വെച്ച് കീഴടങ്ങി. എന്താ? വൈദു ദേഷ്യത്തിൽ ചോദിച്ചു. കലിപ്പിലാണല്ലോ ഭാവി ഭാര്യ. നിങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഓരോന്ന് വന്നോളൂ മനുഷ്യന്റെ സമാധാനം കളയാൻ. വൈദു പിറുപിറുത്തപ്പോൾ വിക്രം ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്തു. വൈദു ഫോൺ മാറ്റിവെച്ച് കണ്ണുകളടച്ച് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. ഓർമ്മകളിൽ പലതും കടന്നു വന്നു. 20ാമത്തെ വയസ്സിലാണ് വിക്രം തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. അന്ന് വിക്രത്തിന് 27 വയസ്സായിരുന്നു എന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഒരിക്കലും താനൊരു വിവാഹ ജീവിതത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം. അങ്ങനെ സമ്മർദ്ദങ്ങൾ ഏറിയപ്പോഴാണ് വിവാഹത്തിന് തയ്യാറാകുന്നത്. വിവാഹത്തിൻ്റെ അന്ന് രാവിലെയാണ് വരനായി അരികിൽ നിൽക്കുന്നത് വിക്രമാണെന്നറിയുന്നത്. ഒരുതരം മരവിപ്പായിരുന്നു പിന്നീട് അങ്ങോട്ട്. തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ താലി എങ്ങനെയോ കുരുക്കി വിട്ടിട്ട് വിക്കി നെറുകയിൽ സിന്ദൂരം പോലും ചാർത്താതെ വേഗത്തിൽ കാറിൽ കയറിയിരിക്കുന്നത് കണ്ടു. നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. അയാളുടെ കണ്ണുകളിലെ വെറുപ്പിന് താൻ എന്തു ചെയ്തു എന്നാണ് ആദ്യം ആലോചിച്ചത്. പിന്നീട് മനസ്സിലായി തന്നെ പോലെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി സമ്മതിച്ചതാണെന്ന്. അയാൾ തൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ പുറം കൈകൊണ്ട് കണ്ണു തുടച്ചു മാറി നിന്ന ചന്തുവേട്ടനെ കണ്ടിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു കൂടപ്പുറപ്പായേ താൻ കണ്ടിട്ടുള്ളൂ. അച്ഛനാണ് ഏട്ടൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ആഗ്രഹം വളർത്തിയെടുത്തത്. ഒടുവിൽ ആ ആഗ്രഹം അച്ഛൻ തന്നെ നശിപ്പിക്കുകയും ചെയ്തു. അമ്മ നിലവിളക്ക് കയ്യിൽ തരും മുൻപേ വിക്രം വീടിനുള്ളിൽ കയറിപ്പോയിരുന്നു. കല്യാണ വീടിൻ്റെ യാതൊരു അലങ്കാരമോ ആഘോഷങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. രാമേട്ടനും അവിടുത്തെ ജോലിക്കാരിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ അമ്മ തന്നെ ആ ഉത്തരവും നൽകി. വിക്രത്തിൻ്റെ ആവശ്യമായിരുന്നു അത്രേ ആരെയും ക്ഷണിക്കാൻ പാടില്ലാതെന്ന്. അന്ന് രാത്രി തന്നെ ഷൂട്ടിങ്ങിനെന്ന് പറഞ്ഞു പോയതാണ് വിക്രം. പിന്നെ തിരികെ വന്നത് 3 മാസം കഴിഞ്ഞാണ്. ഇതിനിടയിൽ ഒരുപാട് പ്രതീക്ഷകൾ തന്നിൽ മുളച്ചിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ നാണമോ ചമ്മലോ എന്തൊക്കെയോ തോന്നി. എന്നാൽ താനെന്നൊരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലും ഓർക്കാതെയായിരുന്നു അയാളുടെ പെരുമാറ്റം. രാത്രിയിൽ താൻ കിടക്കുന്നത് കൊണ്ട് അപ്പുറത്തെ മുറിയിലായിരുന്നു അയാൾ പോയി കിടന്നത്. ഒരിക്കൽ ഏട്ടാ എന്ന് വിളിച്ചപ്പോൾ കണക്കിന് ശരാകരിച്ചു. മേലിൽ അങ്ങനെ വിളിക്കരുതെന്ന്. അങ്ങനെ വെറും അപരിചിതരെ പോലെ ഒരു വീട്ടിൽ കഴിഞ്ഞത് 3 വർഷം.